ഹായ് വെൽക്കം ബാക്ക് ടു അബീസ് വിഷൻ. നമ്മൾ സാധാരണ വാട്സപ്പ് ഉപയോഗിക്കുന്ന സമയത്ത് ചില സെറ്റിങ്സുകൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ സെറ്റിങ്സിൽ നമ്മൾ അറിയാതെ ഒരു മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും നമുക്ക് ഒരു മൊബൈൽ ഷോപ്പിൽ പോയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ നഷ്ടമാവും. പക്ഷേ ആ സെറ്റിങ്സ് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു പ്രോബ്ലവും ഉണ്ടാവില്ല. അതിനെക്കുറിച്ചാണ് ഒരു വീഡിയോ ചെയ്യുന്നത്. അതിന് മുൻപ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ട് ലൈക്ക് ബട്ടൺ എല്ലാ ഫ്രണ്ട്സിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല എൻ്റെ ഒരു പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു ചാനലാണ്. എല്ലാവിധ ടെക് പരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പെട്ടെന്ന് സാധിക്കുന്ന ഒരു ചാനലാണ്. ആ ചാനലിലെ ലിങ്ക് ഞാൻ ഈ കമൻറ്റ് ബോക്സിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് വീഡിയോസൊക്കെ ഒന്ന് വാച്ച് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. വാട്സപ്പ് ഉപയോഗിക്കുന്ന എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ഓപ്ഷനാണിത്. അതായത് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ വാട്സപ്പ് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നമ്മളൊരു ദിവസം രാവിലെ നോക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് കാണാം ഇതുപോലെ വെറും കോൺടാക്ട് നമ്പേഴ്സ് മാത്രം കാണാം. അതായത് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ പ്രൊഫൈലിലൊന്നും നമുക്ക് അവരാരാണെന്നുള്ളവരുടെ പേരൊക്കെ ക്ലിയർ ആയി പോകും. അതിന് പകരം വെറും നമ്പർ മാത്രം കാണാം. ചില ആളുകളൊന്നും പ്രൊഫൈൽ പിക്ചർ തന്നെ വെക്കാറില്ല. അപ്പോൾ നമുക്ക് വളരെ കൺഫ്യൂഷനാണ് ഇത് ആരാണിത് എന്നുള്ളത്. അപ്പോൾ അത് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതും അത് എങ്ങനെയാണ് ക്ലിയർ ചെയ്യുന്നതും പറയുന്നത്. അതിനാദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്ലേ സ്റ്റോറിൽ കയറിയിട്ട് നമ്മൾ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളത് എപ്പോഴും പറയുന്നതാണ്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ വാട്സപ്പിൻ്റെ ഈ ഒരു ലോഗോ കാണുന്നില്ല, അതിൻ്റെ മേലെ ഒന്ന് ലോങ് പ്രസ് ചെയ്യുക. ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ആ ഒരു ഐ ബട്ടൺ കാണാം. ഏറ്റവും ടോപ്പിൽ ഒരു ഐ ബട്ടൺ കാണുന്നുണ്ട്. ആ ഐ ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുമെങ്കിൽ ഇത് മുഴുവനായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇവിടെ നമുക്ക് സ്റ്റോറേജ് യൂസേജ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം ക്ലിയർ ക്യാഷെ പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണാം. ക്ലിയർ ക്യാഷെ അതൊന്ന് ക്ലിയർ ചെയ്ത് വെക്കുക. അതിൻ്റെ മുകളിൽ ക്ലിയർ ഡാറ്റ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതൊരിക്കലും ക്ലിയർ ചെയ്യരുത്. അപ്പോൾ നമ്മുടെ കോൺടാക്ട്സ് മൊത്തം പോവും. അതുകൊണ്ട് ക്ലിയർ ഡാറ്റ ഒരിക്കലും ചെയ്യരുത്. ക്ലിയർ ക്യാഷെ മാത്രം ചെയ്താൽ മതി. അതിനുശേഷം നമ്മളൊന്ന് മുകളിലേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം പെർമിഷൻസ് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. ആ പെർമിഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർമിഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഇവിടെ അലൗഡ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്. അലൗഡ് അവിടെ നമുക്ക് കോൾ ലോഗ്സ്, അതേമാതിരി ക്യാമറ, ലൊക്കേഷൻ, മൈക്രോഫോൺ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ അലൗഡ് എന്ന് പറഞ്ഞ ആ ഒരു ഇതിൽ നമ്മൾ അലൗ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇവിടെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാം നോട്ട് അലൗഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻസ് കാണാം. അവിടെയാണ് നമുക്ക് കോൺടാക്ട്സ് വന്ന് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കൈ തട്ടിയിട്ട് എങ്ങാനും ഈ പറഞ്ഞിരിക്കുന്ന ഇതിവിടെ അലോ ആണ് ശരിക്കും വരേണ്ടത്. ഇവിടെ ഡോണ്ട് അലോ ആയി പോകുന്ന സമയത്താണ് നമുക്ക് കോൺടാക്ട്സിൽ നമ്മുടെ പേരുകൾ കാണാത്തൊരു അവസ്ഥ വരുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഡോണ്ട് അലോ മാറ്റിയിട്ട് അലോ എന്ന് ആക്കി കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. ഇനി നമുക്ക് ഒന്ന് ബാക്ക് ചെയ്തിട്ട് ഒന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അഗെയിൻ നമുക്ക് ഇതേ ഒരു അവസ്ഥ തന്നെയാണ് ഇവിടെ കാണുന്നത്. കാരണം നമ്പർ തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ടെൻഷൻ ആവണ്ട. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫോൺ നമുക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറൊക്കെ ഒന്ന് മാറി പേരുകൾ കോൺടാക്ട് നെയിംസ് വരാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഫോൺ റീസ്റ്റാർട്ട് ചെയ്യാം. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കാണിച്ചു തരാം. റീസ്റ്റാർട്ട് ചെയ്യുകയാണ് ഞാനൊന്ന്. റീസ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ ആ പേരുകളൊക്കെ പ്രൊഫൈൽ നെയിംസൊക്കെ ഇവിടെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇത് നിങ്ങളൊന്ന് നല്ലപോലെ മനസ്സിലാക്കി വെക്കുന്നത് എപ്പോഴും നല്ലതാണ്.